അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വാഗമണിലോട്ടാണ്. സോ ഫൈനലി രാവിലെ ഇപ്പൊ നമ്മൾ എല്ലാരും റെഡിയായി. നമ്മൾ 3 കാറില്ലേ 4 കാറിലുള്ള പീപ്പിൾസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നത് വാഗമണിലോട്ടാണ്. നമ്മുടെ കസിൻസ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഡയറക്റ്റ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വഴിയോര കട എന്ന് പറഞ്ഞ ഷോപ്പിൽ കയറി. ഹൈപ്പിനുള്ളതൊന്നുമില്ല, ഓക്കെ ആണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീണ്ടും വിട്ടു. നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മൾ സ്ട്രെയിറ്റ് വാഗമണിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിക്ക് നമുക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നി. സോ നമ്മൾ ഇറങ്ങി സോഡ കാര്യങ്ങളൊക്കെ കുടിച്ചു. നമ്മൾ ഓൾറെഡി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. സോ അതിൻ്റെ ടെൻഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം അടിപൊളി മഞ്ഞായിരുന്നു, ലൈക്ക് കോടയായിരുന്നു. നമ്മൾ റിസോർട്ടിൽ എത്തി നമ്മളെല്ലാവരും ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് ഗൈസ് നമ്മുടെ പൂള്. ഇതാണ് നമ്മുടെ ആ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. എല്ലാവരും പോയവിടെ തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഫോട്ടോസ് എടുക്കുക. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോസ് എടുക്കലും മേളവും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മളുടെ റിസോർട്ടിന്റെ എൻട്രി എന്ന് പറയുന്നത്. ലൈക്ക് ഇതിൽ കൂടെ കയറിയിട്ട് നമ്മൾ മുകളിൽ സ്റ്റെപ്പ് ഉണ്ട്, ഇങ്ങനെ ലൈക്ക് ഫ്ലോർ പോലെ. അങ്ങനെയാണ് നമ്മുടെ ഓരോ റൂംസ് വരുന്നത്. ടോട്ടൽ 7 റൂംസ് ആണ് വരുന്നത്. നമ്മൾ 7 കപ്പിൾസ് പോലെ, ഞാനും അഫിയും എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആളും നമുക്കൊരു റൂം, ബാക്കിയെല്ലാം കപ്പിൾസ് ആണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫുൾ കോടയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, മാഷാല്ലാ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമുക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം സ്ട്രെയിറ്റാണ് പോയതെന്ന് പറഞ്ഞാൽ മുട്ടക്കുന്നിലേക്കാണ്. അവിടെ പോയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ സ്റ്റാർട്ട് ചെയ്തു. സോ സജീർക്ക പോയി നമുക്ക് എന്ത് ചെയ്തു, എല്ലാവർക്കും റെയിൻ കോട്ടൊക്കെ വാങ്ങിയിട്ട് വന്നു. സോ അഫ്കോഴ്സ് റെയിൻ കോട്ട് ഇട്ടാൽ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഫുൾ അവിടെ കിടന്ന് ഒരുപാട് ലൈക്ക് ഉപ്പിലിട്ടത് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ആ മുട്ടക്കുന്നിൽ ഫുൾ ഓടിക്കളിക്കായിരുന്നു. പിന്നെ ഒരുപാട് റീൽസ് വീഡിയോസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഗൈസ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാവരും പൂളിലോട്ട് ഇറങ്ങി. നമ്മുടെ ട്രിപ്പിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പൂളായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. നല്ല തണുപ്പ്, നമുക്ക് ആ വെള്ളത്തിൽ കാല് വെക്കാൻ പോലും പറ്റില്ല. സ്റ്റാർട്ടിങ് നല്ല നമ്മളെ നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്നിടിക്കുന്നുണ്ടായിരുന്നു. ബട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ നിന്നത് ഓക്കെ ആയി. അങ്ങനെ നമ്മൾ കുറേ ഡാൻസ് വീഡിയോസ് ഇതെല്ലാം കപ്പിൾസാണ് ഗൈസ്, കണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ ഒരു കസിൻ ഉണ്ട്, അഫിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാനും എൻ്റെ കസിനും കൂടെ തകർത്ത് ഡാൻസ് ആടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അഫ്കോഴ്സ് ഉള്ള പോലെ നോർമൽ നമ്മുടെ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ വിട്ടുപോയി. പിറ്റേന്ന് രാവിലെ മോർണിംഗ് നമ്മളെല്ലാവരും റെഡിയായി. നമ്മളെല്ലാം ഒരു ചിക്കൻ കറി ഈ ഒരു സ്റ്റൈലിലുള്ള ഒരു കുർത്തിയാണ് ഞാനും അലീഷയും അഫിയൊക്കെ ഇട്ടത്. ബാക്കി കപ്പിൾസ് എല്ലാം ഒരേപോലെ ഡെനിം. വേറെ എവിടെ നിന്നല്ല ഗൈസ്, നമ്മളുടെ കാതൽ ക്ലോത്തിങ്ങിൻ്റെ ഡ്രസ്സാണ് അവരിട്ടത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ദെൻ നമ്മളുടെ റിസോർട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന പോലെയാണ്. കാരണം സ്റ്റെപ്പ് കയറി ഒരുപാടുണ്ട്. ഈ റിസോർട്ടിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട്. സോ നമ്മളുടെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡാണിത്. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോൾ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ആ വ്യൂവിൻ്റെ അടുത്ത് ഒരു ഒരു ഊഞ്ഞാല് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ലൈക്ക് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അങ്ങനെ ഫുൾ അടിപൊളിയാണ്, നമുക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോണ്ട് പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗപ്പി മീനുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഓറഞ്ച് കളർ ടെയിലൊക്കെ വരുന്ന ഒരുപാട് ഗപ്പി മീനുണ്ടായിരുന്നു. ഞാൻ ലൈറ്റായിട്ടൊന്ന് അടിച്ചു മാറ്റി ഗൈസ്. ഞാൻ ചോദിച്ചവരടുത്ത് അങ്ങനെ ലൈറ്റായിട്ട് അവർ തന്നു. സോ നമ്മൾ അതിനെ എടുത്തിട്ട് ഇത് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഫുൾ അറിയാമല്ലോ, അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരുപാട് വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എല്ലാവരും മാറി എടുത്തു. കൂടുതലും എനിക്കും അഫിക്കും അലീഷക്കും ആ സൈഡിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. നമ്മൾ വീണ്ടും മഴ കാരണം എല്ലാവരും കോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഡയറക്റ്റ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ കയറി. ഇതാണ് സ്വിങ്. ഇത് അടിപൊളിയായിരുന്നു. ബട്ട് എനിക്ക് കയറാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അഫിയും ഇത്തായും കയറി. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇത് പോകുന്നത്. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കയറിയത് നമ്മളൊരു 5Dയിലോട്ടാണ്. 5D കണ്ട് ഇച്ചുവിനും ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വേറെ റൈഡ്സിലൊക്കെ കയറാൻ പോയി. വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. ദെൻ നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ മെയിൻ ഫേമസ് ആയിട്ടുള്ള പ്ലേസ് ആണ്, കുട്ടവഞ്ചി എന്ന് പറയും. നമ്മളൊരു കുട്ടയ്ക്കകത്തിരുത്തിയ വെള്ളത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് മീൻ ഫുഡ് തരും കൊടുക്കാനായിട്ട്. നമ്മളത് കൊടുക്കുമ്പോൾ മീൻസ് എല്ലാം പുറത്ത് വരും. ഇതൊരു അടിപൊളി പ്ലേസ് ആണ്. വാഗമൺ പോകുമ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും പോകണം. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം.
അതിനുശേഷം നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു. സ്ട്രൈറ്റ് വീട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് ഹോട്ടലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാഗമൺ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.